നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്കാരെ നമ്മൾ പൊന്നു പോലെ നോക്കും, കുഞ്ഞു മക്കളെ നോക്കണ പോലെ നോക്കും അല്ലെ. അവർ നന്നായി കെയർ ചെയ്യും, നന്നായി ലവ് ചെയ്യും, ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും, എന്നാൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യും. അന്നേരം നമ്മൾ അറിയാണ് നമ്മളെ പറ്റിക്കരുത്, അടിപൊളിയായിട്ട് പറ്റിക്കരുതെന്ന് അറിയാണ്. എത്ര കൊല്ലങ്ങളായിട്ട് നമ്മളോട് നല്ലപോലെ നിൽക്കുന്നു, അതേപോലെ അപ്പുറത്തും നമ്മളോട് നിൽക്കുന്ന പോലെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് ചെയ്യണ പോലെ അവർക്കും ടെക്സ്റ്റ് ചെയ്യാം, നമുക്ക് കോൾ ചെയ്യണ പോലെ അവർക്കും കോൾ ചെയ്യാം, നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്യണ പോലെ അവരോടും ടൈം സ്പെൻഡ് ചെയ്യാം. അത് നമ്മൾ അറിയണ ഒരു മൊമെന്റ് ഉണ്ട്. എന്തിനായിരുന്നു, ആർക്ക് വേണ്ടിയിരുന്നു എന്നുള്ളൊരു അറിയാത്തൊരു മൊമെന്റ് ഉണ്ട്. ഒരു റിലേഷൻഷിപ്പില് ഹാപ്പി അല്ലെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ, പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്, പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഒരാളെ ഇത്ര വലിയ രീതിയിൽ ഇനി അടങ്ങാറാക്കാനില്ല, ഇതിനപ്പുറം ഇനി ഒരു മനുഷ്യനെ ഇനി അടങ്ങാറാക്കാനില്ല. അതെല്ലാരും മനസ്സിലാക്കണം. ഇനി ഇല്ല, ഇത് തീർന്ന്. നമ്മൾ അത്രയും റെസ്പെക്റ്റും അത്രയും ലവും അത്രയും കെയറും തന്നിട്ട് ആ ആള് നമ്മളെ പറ്റിക്കരുതെന്ന് അറിയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ പറയും ഭൂമി ഇങ്ങനെ പിളർന്നു പോവാന്നൊക്കെ പറയും. അതൊന്നുമല്ല, അതിന്റെ അപ്പുറത്തെ പെയിനാണ്. ഒരാളെ പറ്റിക്കരുത്, ദയവ് ചെയ്ത് പറ്റിക്കരുത്, ഒരു മനുഷ്യനെ പറ്റിക്കരുത്. ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലെങ്കിൽ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്, പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ആ ഒരു ട്രോമയിൽ കയറി പോരാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി, നോട്ട് അറ്റ് ഓൾ. അപ്പോ ഹാപ്പി അല്ലെങ്കിൽ പറയാം, ഹാപ്പി അല്ല, കണ്ടിന്യൂ ചെയ്യാൻ ഓക്കെ അല്ല. രണ്ട് സ്ഥലത്തും ഒരുപോലെ നിന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുത്.